ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കണു. കശ്മീരിൽ നടക്കുന്ന ഇഷ്യൂ ഒക്കെ കണ്ട് മനസ്സിച്ചിരി വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്തായാലും ഈസ്റ്റർ ഹോളിഡേയ്സ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ജർമ്മനിയിൽ തിരിച്ചെത്തി. നിങ്ങൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫും പിന്നെ ആംസ്റ്റർഡാം വ്ലോഗും കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളെവിടാ പോന്നെ? നമ്മൾ മാർക്കറ്റ്, അൽമേർ മാർക്കറ്റ്. നമ്മള് ടെസ്ലയിലാണ് ഗൈസ്. പച്ചക്കറി മീനൊക്കെ മേടിക്കാൻ പോന്നെ. കാലം പോയ പോക്കേ. എന്നാൽ നമുക്കിനി ഒട്ടും താമസിക്കേണ്ട, പെട്ടെന്ന് നമുക്ക് ചന്തയിൽ പോയിട്ട് വരാം കേട്ടോ. നാട്ടിൽ ഞാൻ ഇത് ഒത്തിരി പ്രാവശ്യം ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ശ്രീനേട്ടനും ഞാനും ഞങ്ങൾ നാട്ടിൽ പോകുമ്പം അച്ഛൻ്റെ കൂടെ നമ്മുടെ വീടിനടുത്താണ് ഈ ഹാർബറൊക്കെ. അപ്പം മീനൊക്കെ മേടിക്കാൻ ഞങ്ങൾ അവിടെയാണ് പോകാറുള്ളത്. അവിടെ ഫ്രഷ് മീൻ കിട്ടും. നമുക്ക് കഴിക്കാനൊന്നും അല്ല, എന്നാലും ലേലത്തിൽ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ വലിയ കൊട്ടയ്ക്കകത്തൊക്കെയാണ് നമ്മൾ ചന്തയിൽ നിന്ന് മീൻ മേടിച്ചുകൊണ്ട് വരുന്നത്. അതേ കൂട്ട് കായംകുളം ചന്തയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. അവിടെ ആണെങ്കിൽ ഇങ്ങനെ എല്ലാ തരത്തിലെയും വെജിറ്റബിൾസും നമ്മൾ എസ്പെഷ്യലി നാട്ടിൽ നിന്ന് ജർമ്മനിയിലോട്ട് തിരിച്ചു വരുമ്പോഴായിരിക്കും കായംകുളം ചന്തയിൽ പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബൾക്കിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. ചെറിയ ഉള്ളി, പച്ചമാങ്ങ, എന്ത് വേണ്ട അതുകൂട്ടല്ല. അതേ കൂട്ട് യൂറോപ്യൻ കൺട്രീസിലും വീക്കെൻഡിൽ ചില കൺട്രീസിലൊക്കെ ഇങ്ങനെ മാർക്കറ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ. ജർമ്മനിയിൽ ഞാൻ അത്ര കണ്ടിട്ടില്ല, പക്ഷേ നെതർലാൻഡ്സിൽ ഞങ്ങൾ പോയപ്പം കണ്ട ഒരു കാഴ്ചയാണ്. ഏറ്റവും കൂടുതൽ എന്നെ ഇവിടെ അട്രാക്റ്റ് ചെയ്തത് ഇവിടുത്തെ ഹംബിൾനെസ് ആണ്. ആളുകൾ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിരുന്നു കേട്ടോ. അവർക്ക് വീഡിയോ എടുക്കുന്നതിനോ അവർ വീഡിയോ ഫ്രെയിമിൽ വരുന്നതിനോ ഒന്നും അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് അവരുടെ കൺസേൺ ഒന്നും റേസ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ചിലയിടത്ത് അവർ പറയും എൻ്റെ വീഡിയോസ് എടുക്കരുതെന്ന്. ഇവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. ഫ്രഷ് ഫ്രൂട്ട്സ് ആയി, വെജിറ്റബിൾസ് ആയി, പിന്നെ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, തുണികൾ, പല സ്ഥലത്തുനിന്ന് വരുന്ന ഫാർമേഴ്സും പിന്നെ ഇങ്ങനത്തെ സ്റ്റോളൊക്കെ ഇടുന്ന ആളുകളാണ് അവർ ഈ വീക്കെൻഡ് ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ ടാർഗറ്റ് ഇതൊന്നും അല്ലായിരുന്നു. ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടൊക്കെ ഞാൻ മുന്നിലോട്ടൊക്കെ നടന്ന് പലയിടത്തും ഞാൻ സ്റ്റോപ്പ് ചെയ്തു, പക്ഷെ ഞാൻ മേടിച്ചില്ല. നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മീൻ മേടിക്കണം. നെതർലാൻഡ്സിൽ പിന്നെ കടലടുത്തുള്ളതും കൊണ്ട് ഫ്രഷ് മീൻ മേടിക്കാൻ കിട്ടും കേട്ടോ. ഈസ്റ്റർ ആയും കൊണ്ട് ചുറ്റും നമുക്കൊരു ഈസ്റ്റർ ഫെസ്റ്റീവ് മൂഡും കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഡ്രസ്സപ്പ് ചെയ്ത് ഈസ്റ്റർ ബണ്ണീസൊക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ അവരുടെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഈ കടയിൽ നിന്നാണ് അനിയൻ മിക്കവാറും മീൻ മേടിക്കാറുള്ളത്. ഇവിടെ നല്ല ഫ്രഷ് മീൻ കിട്ടും എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. എനിക്കങ്ങനെ ഒരു സബ്സ്ക്രൈബറിനെ ഒക്കെ കിട്ടി. അതെൻ്റെ അനിയൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. എന്നാലും അവരും മീൻ മേടിക്കാൻ വന്നതാണ്. നമുക്ക് ഒത്തിരി മലയാളികളെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. മലയാളികൾ തന്നെയല്ല, ഇന്ത്യൻസ് ധാരാളം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഫ്രഷ് മീൻ കിട്ടുന്നതും കൊണ്ട് എല്ലാവരും ഇവിടെ വീക്കെൻഡിന് വന്നിട്ട് മേടിക്കും. മീൻ തന്നെ അല്ല കേട്ടോ, മീറ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ലൈക്കും ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം കേട്ടോ. ലോങ് വീഡിയോസ് കൂടുതൽ ഇടാനായിട്ടാണ് ഞാൻ ഇനി ശ്രമിക്കാൻ പോണത്. എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് ലോങ് വീഡിയോസിലെ വാച്ചേഴ്സാണ് നമ്മൾ ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കിട്ടാനായിട്ട് ബെനിഫിറ്റ് ചെയ്യുന്നതെന്ന്. എന്തായാലും എപ്പോഴും നമ്മുടെ കയ്യിൽ ലോങ് കണ്ടൻറ് ഒന്നും കാണില്ലല്ലോ ഇടാൻ. അപ്പോൾ ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ മാക്സിമം ലോങ് വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കുന്നത്. ശ്രീനേട്ടൻ്റെ മുഖത്ത് സന്തോഷം കണ്ടില്ല. ഈ മീനെല്ലാം പുള്ളിക്കാരന് മേടിച്ച് ഒരു ഫ്രീസറിനകത്താക്കി ജർമ്മനിയിലോട്ട് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. ഞങ്ങൾ എന്തായാലും ഒരു ചെറിയ ഫ്രീസറും കൊണ്ടാണ് പോയത്. കാറിനുള്ളിൽ വെക്കാൻ പറ്റിയൊരു ഫ്രീസറുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതൊരു ആമസോൺ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ പിക്നിക്കിനൊക്കെ പോവുക അല്ലെങ്കിൽ ഒരു ലോങ് ഡ്രൈവിനൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെ ഈ ഫ്രീസർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനകത്ത് കൂൾ ഡ്രിങ്ക്സും പിന്നെ ഇത് കൂട്ട് നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ഫ്രോസൺ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. മെയിൻ ചന്തയുടെ വിശേഷം ഇത്രയേ ഉള്ളായിരുന്നു കേട്ടോ. പുതിയ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ.